किसको पटक के मारेगा? इसको इसको कौन है ये? कौन है मैं नहीं जानूंगा, लेकिन इसको मारूंगा मैं। क्या करते हो? क्या कौन सी पढ़ाई करते हो? हम लोग धंधा से आए। नहीं, पढ़ाई करते हो? हम जाते हैं चौथी क्लास में। चौथी में? हाँ। किसको मारेंगे बोल रहे थे आप? नाम नहीं जानूंगा, फिर भी मारूंगा। अरे तो किसको मारोगे? क्यों? 13 വയസ്സുകാരൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞെങ്കിലും ഗുണനപ്പട്ടിക ചോദിച്ചപ്പോൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് അവൻ തിരുത്തുന്നുണ്ട്. അവൻ പറയുന്നു, ഇവർ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയണ്ട, എന്റെ ഹിന്ദു സഹോദരന്മാർ അടിക്കുന്നതിനാൽ ഞാനും അടിക്കും. പുസ്തകം പിടിക്കേണ്ട കൈകളിൽ കൊടിയും പിടിച്ച് വർഗീയതയുടെ തുണി വെച്ച് കണ്ണ് കെട്ടപ്പെട്ട പയ്യൻ. ഇതൊരു കുട്ടിയുടെ അവസ്ഥയല്ല, ഇന്ത്യയുടെ ഭാവിയെ പറ്റിയുള്ള സൂചനയാണ്. എന്താണ് നമ്മൾ ഈ തലമുറയെ പഠിപ്പിക്കുന്നത്? ശാസ്ത്രബോധത്തിനു പകരം കൊലപാതക മുദ്രാവാക്യങ്ങളോ? അറിവ് നേടാനുള്ള ആകാംക്ഷയ്ക്ക് പകരം വെറുപ്പോ? മനുഷ്യ ശരീരത്തിൽ ആനയുടെ തല തുന്നിച്ചേർത്ത പ്ലാസ്റ്റിക് സർജന്മാർ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു എന്നതും രാമനാണ് ആദ്യത്തെ വിമാനം പറത്തിയതെന്നുമുള്ള മിത്തുകൾ ശാസ്ത്ര സമ്മേളനങ്ങളിൽ പോലും പറയാൻ ഒരു മടിയും കാണിക്കാത്ത നേതാക്കന്മാരുള്ള ഒരു നാട്ടിൽ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നതും സത്യമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയെ നമ്മളൊന്ന് അവലോകനം ചെയ്താൽ ഒരു പാറ്റേൺ കാണുവാൻ സാധിക്കും. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരവും മറ്റ് റിപ്പോർട്ടുകൾ പ്രകാരവും കമ്മ്യൂണൽ വയലൻസും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളും അസാധാരണമായി ഇന്ത്യയിൽ ഉയരുന്നു. വിദ്യാഭ്യാസ റിപ്പോർട്ടുകൾ പ്രകാരം സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് പല സംസ്ഥാനങ്ങളിലും അസാധാരണമായി ഉയരുന്നു. കുട്ടികളുടെ കുറവ് മൂലവും ഫണ്ടിംഗ് ഇല്ലാത്തതിനാലും പല ഗവൺമെന്റ് സ്കൂളുകളും അടച്ചുപൂട്ടപ്പെടുന്നു. മികച്ച വിദ്യാഭ്യാസം പല സംസ്ഥാനങ്ങളിലും ഇല്ലാതെയാകുന്നു. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലേ? വിദ്യാഭ്യാസത്തിന്റെ ശക്തി ക്ഷയിക്കുമ്പോൾ പ്രൊപ്പഗണ്ട ശക്തിപ്പെടുന്നു. ഏത് ചിന്താഗതിയുമാകട്ടെ, മതമോ ദേശീയതയോ സംസ്കാരമോ, ഒരു കുട്ടിയെ യുക്തിപൂർവ്വം ചിന്തിക്കാൻ പഠിപ്പിക്കാതെ വെറുക്കാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അത്യന്തം ഭയക്കേണ്ടതാണ്. നമ്മുടെ ഐഡന്റിറ്റി മനുഷ്യത്വത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയാൽ, ശാസ്ത്രബോധത്തിനു പകരം മുദ്രാവാക്യ വിളികളായാൽ, ചോദ്യം ചോദിക്കാനും അറിവ് നേടാനുമുള്ള ആഗ്രഹം ഹനിക്കപ്പെട്ടാൽ നമ്മളൊരു ശക്തമായ രാജ്യമല്ല നിർമ്മിക്കുന്നത്, പെട്ടെന്ന് തകർന്നു വീഴുന്ന ഒന്നാണ്. ഇത് കേവലം ഒരു പാർട്ടിയെയോ സംഘടനയോ ഉദ്ദേശിച്ചു മാത്രമല്ല, ഉത്തരവാദിത്ത ബോധമുണ്ടാവേണ്ട എല്ലാവരോടും കൂടിയാണ്. അതിൽ മാതാപിതാക്കളും അധ്യാപകരും നേതാക്കന്മാരും മാധ്യമങ്ങളും ഒക്കെ പെടും. നമ്മൾ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും അറിവും കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് വെറുപ്പ് കൊടുക്കും. നമ്മൾ കുട്ടികൾക്ക് ശാസ്ത്രബോധം പകർന്നു കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ അവരെ അന്ധവിശ്വാസത്തിന്റെ വഴിയെ നടത്തും. വെറുപ്പിന്റെ കൊടി പിടിക്കുന്ന കൈകളിൽ പുസ്തകങ്ങൾ എത്തട്ടെ, മുദ്രാവാക്യം വിളിക്കുന്ന നാവുകളിൽ ചോദ്യങ്ങൾ ഉയരട്ടെ. ഇന്ത്യയുടെ ഭാവി തെരഞ്ഞെടുപ്പുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അത് ക്ലാസ് മുറികളിലും അറിവ് പകരുന്ന ഓരോ ഇടങ്ങളിലും രൂപപ്പെടുന്നത് കൂടിയാണ്.